നമസ്കാരം. ന്യൂസ് റൂം ഡിജിറ്റലിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഗൾഫ് രാജ്യങ്ങളിലും സമുചിതമായി ആഘോഷിച്ചു. പ്രവൃത്തി ദിനമായതിനാൽ ആഘോഷം എംബസികളിലും ഇന്ത്യൻ സ്കൂളുകളിലും മാത്രം. സൗദിയിൽ ഹുറൂബായി നാട്ടിലേക്ക് മടങ്ങിയവർക്ക് തിരിച്ചെത്താൻ തന്റെ ഇടപെടൽ സഹായിച്ചെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കഅബയ്ക്കടുത്തുള്ള മഖാമു ഇബ്രാഹിമിനേക്കാൾ മഹത്വമുണ്ട് പ്രവാചകത്തിന്റെ പാനപാത്രത്തിനെന്നും കാന്തപുരം. മാധ്യമങ്ങൾ വെറുതെ വിവാദം സൃഷ്ടിക്കുന്നുവെന്ന് പരാതി. ദുബായ് ഗതാഗതത്തിന് പുതിയ മുഖം നൽകി ഇനി ട്രാം സർവീസും. ദുബായ് ട്രാം സർവീസിന്റെ പരീക്ഷണോട്ടം നടന്നു. കുവൈത്ത് KMCCയിൽ പടലപ്പിണക്കം. ലീഗ് നേതൃത്വം അയച്ച നിരീക്ഷകൻ പങ്കെടുത്ത യോഗത്തിൽ വാക്പോരും കയ്യാങ്കളിയും. അന്തമാനിൽ ടൂറിസ്റ്റ് ബോട്ട് മുങ്ങി 21 മരണം. അപകടം പോർട്ട് ബ്ലെയറിനും നോർത്ത് ബേക്കുമിടയിൽ. ബോട്ടിലുണ്ടായിരുന്നത് 43 യാത്രക്കാർ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. അന്തമാനിൽ ടൂറിസ്റ്റ് ബോട്ട് മുങ്ങി 28 പേർ മരിച്ചു. 43 പേർ സഞ്ചരിച്ച ബോട്ടിൽ നിന്ന് അപകടത്തിൽപ്പെട്ട 18 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ മറ്റ് 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, മുംബൈ സ്വദേശികൾ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പകൽ 2:45 റോസ് ദ്വീപിനും നോർത്ത് ബേക്കും ഇടയിലാണ് അപകടമുണ്ടായത്. തീരത്തോടടുത്ത ഭാഗത്താണ് അപകടം. എന്നിട്ടും രക്ഷാപ്രവർത്തനം വൈകിയതിനാലാണ് മരണസംഖ്യ ഉയരാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി പോർട്ട് ബ്ലെയറിൽ നിന്ന് സുബൈർ അഹമ്മദ് ചേരുന്നു. സുബൈർ, എന്തൊക്കെയാണ് ഏറ്റവും അവസാനം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മരിച്ചവരിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? മലയാളികളായിട്ട് ആരും മരിച്ചവരില്ല. കാഞ്ചീപുരത്തു നിന്നും 16 പേര്, മുംബൈയിൽ നിന്നും 2 പേര്, പിന്നെ സഹാറൻപൂരിൽ നിന്നൊന്നും കൽക്കത്തയിൽ നിന്നും ഒന്ന്. ഈ ഡീറ്റെയിൽസ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ മിസ്സിംഗിൽ ഒരാൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ 3 പേര് ICUവിൽ ഇപ്പോൾ മറ്റേ ഗുരുതരമായ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. സുബൈർ, അതിനർത്ഥം കാണാതായ മറ്റ് 5 പേരിൽ 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണോ? അതെ, 21 പേരാണ് ടോട്ടൽ മരിച്ചിട്ടുള്ളത്. 29 പേര് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ അങ്ങനെയാണുള്ളത്. 29-ൽ 3 പേര് മറ്റേ ബോട്ടിലെ ക്രൂ ആയിരുന്നു. അവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് മരണസംഖ്യ ഇപ്പോഴും 21 തന്നെയാണ്. 21 ആണ്. 29 പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേര് ക്രൂ മെമ്പേഴ്സ് ആണ്. ആൻഡമാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മരിച്ചവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, ഇതുവരെ ഇവിടെ ഫ്ലൈറ്റ് സർവീസ് രാവിലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി രാവിലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരികയുള്ളൂ ഇവിടെ. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ മരിച്ച ബന്ധുക്കൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഈ 2 വിവരങ്ങൾ മാത്രമാണ് അഡ്മിനിസ്ട്രേഷനിൽ ഇതുവരെ വന്നിട്ടുള്ളത്. പാസഞ്ചർ മാനിഫെസ്റ്റോ പോലും അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന നിലയ്ക്ക് ആരുമില്ല. ഒരു തരത്തിലുള്ള വിവരവും അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ആർക്കും കിട്ടുന്നില്ല. ഈ ഒരു പരാതി പരക്കെയുണ്ട്. അതുപോലെ തന്നെ അണ്ടമാൻ നിക്കോബാർ വെബ്സൈറ്റിലും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ അവർ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. സുബൈർ, അന്തമാൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണോ സ്ഥിരമായി ഉണ്ടാവാറുള്ളത്, അതോ ഈ അപകടത്തിൽ മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? സുനാമിക്ക് ശേഷം ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഇത്. ഇതിനു മുമ്പ് 2 മാസം മുമ്പ് ഒരു മോക്ക് ഡ്രില്ലെല്ലാം നടത്തിയിരുന്നു. അതുപോലെ തന്നെ മോക്ക് ഡ്രില്ല് നടത്തിയ ടീമിന് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന് വീണ്ടും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. സുബൈർ, അന്തമാനിലെ ഇത്തരത്തിലുള്ള ഒരു അധാരിത, ട്രാൻസ്പെറൻസി ഇല്ലായ്മ സ്ഥിരമായി ഉള്ളതാണോ? അങ്ങനെ പരാതിയുണ്ടോ? അതെ, ഇവിടെ പൊതുവെ ബ്യൂറോക്രസിയാണ് ഇവിടെ ഭരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ അഡ്മിനിസ്ട്രേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിൽ വെച്ചതുകൊണ്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തു വരാറില്ല. ഇനി പല വാർത്തകളും ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. നാഷണൽ മീഡിയയിലേക്കും പോലും എത്താതെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സുബൈർ, ബോട്ട് അപകടമുണ്ടാവാനുള്ള കാരണമായി പ്രാഥമിക നിഗമനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന്, ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ബോട്ടിന്റെ സർവേ നടത്തിയത് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ അതിലെല്ലാം എന്തോ കളികളുണ്ട് എന്നാണ് പുറത്തുനിന്ന് ആരോപണങ്ങൾ ഉള്ളത്. പിന്നെ ബോട്ടിന്റെ കപ്പാസിറ്റി 30 ആണ്, പക്ഷെ 50 ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയുമുണ്ട്. ആ ബോട്ട് വളരെ ചെറിയ ബോട്ടാണ്, പിന്നെ ഫൈബർ ബോട്ടാണ്. അതിൽ ഇത്രത്തോളം ആളുകളെ കൊണ്ടുപോയത് ഏറ്റവും വലിയ തെറ്റായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്.
പൊതുവെ ഇവിടെ ഓടുന്ന ബോട്ടുകളിലെല്ലാം തന്നെ 100 കപ്പാസിറ്റി ആണെങ്കിൽ അതിൽ 300-400 പേര് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു ദുരിതം നടന്നതിന് ശേഷം വീണ്ടും ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അപായങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിവരങ്ങൾ നൽകിയത് സുബൈർ അഹമ്മദ് പോർട്ട് ബ്ലെയറിൽ നിന്ന്. ആം ആദ്മി പാർട്ടി നേതാവും MLA-യുമായ വിനോദ് കുമാർ ബിന്നിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ അച്ചടക്കം ലംഘിച്ചതിനാണ് നടപടി. പാർട്ടി ചെയർമാൻ അരവിന്ദ് കെജ്രിവാളിനെ പരസ്യമായി വിമർശിച്ച് ബിന്നി രംഗത്തെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ലിജോ, എന്ത് കാരണം ആരോപിച്ചാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിത്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് വിനോദ് കുമാർ ബിന്നി വളരെ പരസ്യമായി അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കുമെതിരെ രംഗത്ത് വന്നത്. പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം, അരവിന്ദ് കെജ്രിവാൾ സ്വേച്ഛാധിപതിയായി പെരുമാറുന്നു പാർട്ടിയിൽ. ഒപ്പം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വെള്ളത്തിനും കറണ്ടിനും വൈദ്യുതിക്കുമുള്ള സബ്സിഡികൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അദ്ദേഹം ഒരു കള്ളനാണ് എന്നായിരുന്നു പ്രസ്താവന. ഈ പ്രസ്താവന വന്നതോടുകൂടി ആം ആദ്മി പാർട്ടിയിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായി. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, എതിർ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ചയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയും വിനോദ് കുമാർ ബിന്നിയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വിശദീകരണം നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വിനോദ് കുമാർ ബിന്നിയെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുള്ളത്. മറ്റു നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അജിൻ, വിവരങ്ങൾ നൽകിയത് ലിജോ വർഗീസ് ഡൽഹിയിൽ നിന്ന്. പ്രവൃത്തി ദിവസമായതിനാൽ ഗൾഫിലെ റിപ്പബ്ലിക് ദിനാഘോഷം ഇന്ത്യൻ എംബസിയിലും ഇന്ത്യൻ സ്കൂളുകളിലും മാത്രമായി ഒതുങ്ങി. ഖത്തർ, സൗദി, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സമാപിച്ചു. രാവിലെ കൃത്യം 8:30 ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ സഞ്ജീവ് അറോറ പതാക ഉയർത്തി. ICC പ്രസിഡന്റ് ഉൾപ്പെടെ ഖത്തറിലെ നിരവധി സംഘടനാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഇന്ത്യൻ അംബാസിഡർ വായിച്ചു കേൾപ്പിച്ചു. കുവൈത്തിൽ രാവിലെ 9 മണിക്ക് ദഹിയയിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് അംബാസിഡർ സുനിൽ ജെയിൻ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് മാധ്യമപ്രവർത്തകർക്കും സംഘടനാ പ്രതിനിധികൾക്കുമായി വിരുന്നൊരുക്കുകയും ചെയ്തു. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളോട് തുറന്ന സമീപനമാണ് എംബസി സ്വീകരിക്കുന്നതെന്നും കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എംബസി സദാ സന്നദ്ധമാണെന്നും സുനിൽ ജെയിൻ പറഞ്ഞു. You are all welcome. My doors are open. Please send me a message, SMS or email that we have some issue. Please, we will come and discuss. റിയാദിലെ ഇന്ത്യൻ അംബാസിഡർ ഹാമിദ് അലി റാവുവിന്റെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത്. രാവിലെ 9 മണിയോടെ അംബാസിഡർ പതാക ഉയർത്തി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ ഫൈസ് അഹമ്മദാണ് പതാക ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ദേശാഭിമാനത്തിന്റെ നിറവിലായിരുന്നു ഗൾഫിലെ പ്രവാസികളുടെ റിപ്പബ്ലിക് ദിനാഘോഷം. നയതന്ത്ര കാര്യാലയങ്ങളിലും ഇന്ത്യൻ സ്കൂളുകളിലും വർണ്ണാഭമായ ആഘോഷങ്ങൾ നടന്നു. ഗൾഫിലെ ഇന്ത്യൻ സമൂഹം നിറഞ്ഞ ആവേശത്തോടെയാണ് മാതൃരാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തെ വരവേറ്റത്. UAE-യിലും ഒമാനിലും ആഘോഷം കൂടുതൽ സജീവമായിരുന്നു. അബുദാബിയിലെ എംബസിയിൽ അംബാസിഡർ TP സീതാറാം പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശം കൈമാറി. ദുബായ് കോൺസുലേറ്റിലും ഇന്ത്യൻ സ്കൂളിലും നടന്ന ആഘോഷങ്ങളിൽ കോൺസുലർ ജനറൽ അനുരാഗ് ഭൂഷൺ പതാക ഉയർത്തി. രാവിലെ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ അംബാസിഡർ JS മുഗൾ പതാക ഉയർത്തിയാണ് ഒമാനിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമിട്ടത്. വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങളുമായി എത്തിയ വിദ്യാർത്ഥികൾ ആഘോഷം വർണ്ണാഭമാക്കി. ദുബായ് ബ്യൂറോയിലെ ഹാരിസ് അരിക്കുളത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സൗദി അറേബ്യയിൽ നിന്ന് ഹുറൂബ് ആയി നാട്ടിലേക്ക് മടങ്ങിയവർക്ക് തിരിച്ചു വരാൻ തന്റെ ഇടപെടലിനെ തുടർന്നാണ് ഉത്തരവുണ്ടായതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവകാശപ്പെട്ടു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മസ്കത്തിൽ നടന്ന അന്താരാഷ്ട്ര മിലാദ് കോൺഫറൻസിലാണ് സൗദിയിൽ ഹുറൂബായവർക്ക് തിരിച്ചുവരാൻ ഉത്തരവുണ്ടായെന്ന് കാന്തപുരം അവകാശപ്പെട്ടത്. മക്ക അമീറായിരുന്ന ഇപ്പോഴത്തെ സൗദി മന്ത്രി ഖാലിദ് ഫൈസലിനെ പ്രശ്നം ബോധ്യപ്പെടുത്തിയപ്പോൾ ഉടൻ നടപടിയുണ്ടായി. ഇത്തരത്തിൽ പ്രവാസികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു മുസ്ലിം പിന്നെ കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിയമപരമായി അവർ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ഇവിടേക്ക് കടക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നിയമം അന്ന് തന്നെ അവിടെ പാസ്സാക്കി കൊടുത്തു. ഇതൊന്നും
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ല. തിരുകേശത്തിന് പിന്നാലെ പ്രവാചകന്റെ പാനപാത്രവും വിവാദമാക്കാൻ ചില സംഘടനകളും മാധ്യമങ്ങളും ശ്രമിക്കുകയാണ്. കഅബയ്ക്ക് സമീപത്തെ മക്കാമുൽ ഇബ്രാഹിമിനേക്കാൾ 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് കാന്തപുരം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് ചവിട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് അത് വലിയ മഖാം, അതിന് മഹത്വമുണ്ട്. അതിനേക്കാൾ എത്ര 1000 ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ച പാത്രത്തിന് ഉണ്ട്. വല്ല സംശയവും ഉണ്ടോ ആർക്കെങ്കിലും? മിലാദ് സമ്മേളനം ഈജിപ്തിലെ ഷെയ്ഖ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ബുർദാപാരായണം സമ്മേളനത്തെ വ്യത്യസ്തമാക്കി. ഷിനോബ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പ്രധാന കാരണം ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗമാണെന്ന് കുവൈത്ത് ഗതാഗത വകുപ്പ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും കണ്ടെത്താൻ പരിശോധന കർശനമാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഗതാഗത മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ടെലിവിഷൻ, പ്രസ്, റേഡിയോ, സോഷ്യൽ നെറ്റ്വർക്ക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണത്തോടൊപ്പം നിരത്തുകളിൽ നിരീക്ഷണം ശക്തമാക്കി നിയമലംഘകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ട്രാഫിക് വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണം ഫോൺ സംസാരവും ചാറ്റിംഗുമാണെന്ന് നിലവിലെ പഠനങ്ങൾ തെളിയിക്കുന്നതായും ബെൽറ്റ് ധരിക്കാതിരിക്കുന്നത് അപകടത്തിന്റെ തോത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതായും അധികൃതർ പറയുന്നു. കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ മൊബൈൽ ഉപയോഗത്തിന്റെ പേരിൽ 13,127 പേർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത 65,663 പേർക്കുമെതിരെ നിയമലംഘനത്തിന് കേസെടുത്തതായും ഗതാഗത വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. റോഡ് അപകടങ്ങളുടെ തോത് കുറക്കുന്നതിനായി വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണത്തോടൊപ്പം വിദ്യാലയങ്ങൾ, ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണവും ബോധവൽക്കരണ സെമിനാറുകളും ക്യാമ്പയിന്റെ ഭാഗമായി നടന്നുവരികയാണ്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ആരോഗ്യരംഗത്തെ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമായി പ്രത്യേകം കോടതി നിർമ്മിക്കുമെന്ന് ഖത്തർ ഉന്നതാരോഗ്യ സമിതിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലുമായി ചർച്ച നടക്കുകയാണെന്നും ഡോക്ടർ ജമാൽ റഷീദ് അൽ ഖൻചി വ്യക്തമാക്കി. രോഗിയുടെയും ഡോക്ടറുടെയും അവകാശം സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് പുതിയ കോടതി വഴി ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് നിവാസികൾക്ക് ഇനി ട്രാമിലും യാത്ര ചെയ്യാം. മെട്രോയ്ക്കും ബസ്സിനും ജലഗതാഗതത്തിനും പുറമെ ദുബായിലെ പൊതുഗതാഗത രംഗത്ത് പുതിയ മുഖം നൽകിക്കൊണ്ട് ട്രാമിന്റെ ആദ്യ പരീക്ഷണയോട്ടം ഇന്ന് നടന്നു. പൊതുഗതാഗത രംഗത്തെ മറ്റൊരു നാഴികക്കല്ലായി ദുബായിൽ ട്രാം ആദ്യമായി ഇന്ന് പരീക്ഷണയോട്ടം നടത്തി. ദുബായ് മറീനയിലും അൽ സുഹൂഫിലുമായിരുന്നു ട്രാമിന്റെ ആദ്യ പരീക്ഷണയോട്ടം. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മത്താർ അൽ തായറിന്റെയും മറ്റു ഉന്നതരുടെയും സാന്നിധ്യത്തിലായിരുന്നു ട്രാമിന്റെ ചക്രങ്ങൾ ആദ്യമായി ദുബായിൽ ഉരുണ്ടത്. ഏറെ നാളായി ട്രാമിന്റെ സാക്ഷാത്കാരത്തിനായി പൊരിയുന്ന വെയിലിൽ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികളും ആ നിമിഷത്തിന് സാക്ഷിയാവാൻ എത്തിയിരുന്നു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന അൽ സുഹൂഫ് ട്രാം ഉരുണ്ടു തുടങ്ങിയതോടെ തടിച്ചുകൂടിയവർ കൈയടിച്ചും മറ്റും ആഹ്ലാദ പ്രകടനം നടത്തി. ഉന്നതരും സുരക്ഷാ ഭടന്മാരും മാത്രമായിരുന്നു ആദ്യ പരീക്ഷണ യാത്രയിൽ ട്രാമിലുണ്ടായിരുന്നത്. ട്രാമിന്റെ ആദ്യ വാഹനം ഡിസംബറിലായിരുന്നു ദുബായിലെത്തിയത്. ദുബായ് മറീനയിൽ നിന്നാരംഭിച്ച് മാൾ ഓഫ് ദി എമിറേറ്റ്സ് വരെയുള്ള 9 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. ആകെ 14.5 കിലോമീറ്ററിൽ മറീന മുതൽ ദുബായ് പോലീസ് സ്റ്റേഷൻ വരെയാണ് ട്രാം ബന്ധിപ്പിക്കുക. മെട്രോയുടെ റെഡ് ലൈനുകളുടെ സമാന്തരമായി പോകുന്ന ട്രാം ലൈൻ ഷെയ്ഖ് സായിദ് റോഡിലെ 3 മെട്രോ സ്റ്റേഷനുകൾ വഴി കടന്നുപോകും. നടപ്പാലങ്ങളിലൂടെ മെട്രോ സ്റ്റേഷനെയും ട്രാം സ്റ്റേഷനെയും ബന്ധിപ്പിക്കുവാൻ സംവിധാനങ്ങളുണ്ട്. ഈ വർഷം നവംബർ മാസത്തിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുവാനുദ്ദേശിക്കുന്ന ട്രാമിന്റെ ഒന്നാം ഘട്ടത്തിൽ 11 ട്രാമുകളാണ് ദുബായിൽ സർവീസ് നടത്തുക. ദിവസം 27,000 പേർക്ക് യാത്രാ സൗകര്യമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രാം 2020 ആവുന്നതോടെ വിപുലമായ രൂപത്തിൽ വികസിപ്പിക്കുവാനും പദ്ധതിയുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുബായിൽ ട്രാം സംവിധാനം കൊണ്ടുവന്നത്. മെട്രോയുടെ ഗംഭീര വിജയത്തിന് ശേഷം ഗതാഗത രംഗത്ത് മറ്റൊരു ചരിത്രം കൂടി രചിക്കുകയാണ് ദുബായ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. കുവൈത്ത് KMCC കമ്മിറ്റിയിൽ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം മറനീക്കുന്നു. ലീഗ് നേതൃത്വം അയച്ച തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പങ്കെടുത്ത യോഗം തല്ലിപ്പിരിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം ലീഗിന്റെ കുവൈത്തിലെ പോഷക സംഘടനയായ KMCCയിൽ ഗ്രൂപ്പ് പോര് പരിധിവിട്ട് കയ്യാങ്കളിയിലെത്തിയതായാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേരത്തെ നടന്ന യൂണിറ്റ് ഏരിയ തല തെരഞ്ഞെടുപ്പുകളിൽ നിലവിലെ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ചേരിതിരിഞ്ഞ് വെട്ടിനിരത്തിൽ തുടരുകയായിരുന്നു. ഇതിനെ ചൊല്ലി പലയിടങ്ങളിലും കയ്യേറ്റവും അടിപിടിയും വരെ അരങ്ങേറി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗവും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം എളേറ്റിലിനെ നിരീക്ഷകനായി കുവൈത്തിലേക്ക് അയക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്.
എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കൂടി പങ്കെടുത്ത യോഗത്തിൽ ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നതായി പറയപ്പെടുന്നു. എതിർവിഭാഗത്തു നിന്നുള്ള പല ആളുകളും സംഘടന തകർക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. കുവൈത്ത് KMCS തകർക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതിനെ അതിലാരെങ്കിലും പുറത്തുനിന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നമ്മുടെ സാധാരണ പ്രവർത്തകരുണ്ടാകുന്ന സംസാരങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. 2002 പിളർപ്പിന് ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ പ്രതിസന്ധി കുവൈത്ത് KMCC അഭിമുഖീകരിക്കുന്നത്. അതിനിടെ 2002 സംഭവിച്ചതുപോലെയുള്ള പിളർപ്പുണ്ടാകാതിരിക്കാൻ ലീഗ് നേതൃത്വം സമവായ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായാണ് വിവരം. നിലവിലെ പ്രസിഡന്റിനെ മാറ്റി പകരം ഏറെക്കാലം സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയെ നേതൃത്വം ഏൽപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഇരുകൂട്ടരും സമ്മതം മൂളിയതായും പറയപ്പെടുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ തടവുകാർ ജയിൽ സെല്ലിന് തീവച്ചു. സെൻട്രൽ ജയിലിലെ 11ഓളം തടവ് പുള്ളികളാണ് സെല്ലിലെ പുതപ്പുകൾക്ക് തീ കൊളുത്തിയത്. തീ പടർന്നു പിടിച്ചതിനാൽ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും കേടുപാടുകൾ പറ്റി. ജയിലധികൃതർ തക്ക സമയത്ത് ഇടപെട്ടതിനാൽ ആളപായമുണ്ടായില്ല. തടവുകാരെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിലേക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ സഞ്ചാരികളെ തേടി ജമ്മു കശ്മീർ സംസ്ഥാന ടൂറിസം വകുപ്പ് രംഗത്തെത്തി. ജമ്മു കശ്മീരിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ വൈവിധ്യത്തിന്റെ മനോഹാരിതയാണ് തുറന്നിടുന്നതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രകൃതി സൗന്ദര്യമുള്ള ജമ്മു കാശ്മീരിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ വൈവിധ്യത്തിന്റെ പുതിയ വാതിലുകളാണ് കശ്മീർ ടൂറിസം വകുപ്പ് തുറക്കുന്നത്. എല്ലാ സീസണിലും സജീവമായ ടൂറിസം മേഖലയാണ് കശ്മീരിലേത്. ഏറ്റവും ഉയരത്തിലുള്ള മലനിരകളും മനോഹര തടാകങ്ങളും മറ്റ് പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഈ സംസ്ഥാനം. പശ്ചിമ ഹിമാലയത്തിന്റെ വലിയൊരു ഭാഗം ജമ്മു കശ്മീരിലാണ്. ഇവിടെ എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി മലകയറ്റം, പാരാഗ്ലൈഡിംഗ്, സ്കീയിംഗ് എന്നിവയ്ക്ക് സൗകര്യങ്ങളുണ്ടെന്ന് ടൂറിസം വകുപ്പ് സെക്രട്ടറി സഫർ അഹമ്മദും ഡയറക്ടർ തലത് പർവേസ് റോഹലയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വർഷവും ജമ്മുവും കശ്മീർ താഴ്വരയും ലഡാക്കും തേടി ധാരാളം വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിൽ നിന്ന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നുള്ള സഞ്ചാരികളെ സംസ്ഥാനം സ്വാഗതം ചെയ്യുന്നതായി തലത് പർവേസ് റോഹല്ല പറഞ്ഞു. കശ്മീരിന്റെ മഹത്തായ സംസ്കാരവും പൈതൃകവും ചരിത്രവും ഹലാൽ അധിഷ്ഠിതമായ ഭക്ഷ്യവിഭവങ്ങളും കരകൗശല വസ്തുക്കളുമെല്ലാം അറബ് ജനതയ്ക്ക് ഏറെ ഇഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിയിലെ സ്വർഗമെന്നും ഏഷ്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നും അറിയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ടൂറിസം മേഖല ഇപ്പോൾ ഏറെ സജീവമാണ്. കഴിഞ്ഞ വർഷം 1.12 കോടി വിനോദസഞ്ചാരികളാണ് കശ്മീരിലെത്തിയത്. വരും വർഷങ്ങളിൽ ഇതിൽ വലിയ തോതിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപകർക്കും സംസ്ഥാനം ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ടൂറിസം മേഖലയിൽ നിക്ഷേപത്തിന് തയ്യാറുള്ളവർക്ക് സബ്സിഡികളും മറ്റ് ഇളവുകളും സർക്കാർ നൽകുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കശ്മീർ ടൂറിസം വകുപ്പ് സെക്രട്ടറി സഫർ അഹമ്മദും ഡയറക്ടർ തലത് പർവേസ് റോഹല്ലയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ അൽ നഹിയാൻ സുഖം പ്രാപിക്കുന്നു. കഴിഞ്ഞ ദിവസം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഇദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഷെയ്ഖ് ഖലീഫയ്ക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറുന്നുവോ എന്ന വിഷയത്തിൽ വെൽഫെയർ കേരള കുവൈറ്റ് സംവാദം സംഘടിപ്പിച്ചു. അബ്ബാസിയ പ്രവാസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുജീബുള്ള KV പ്രബന്ധം അവതരിപ്പിച്ചു. വെൽഫെയർ കേരള കുവൈറ്റ് പ്രസിഡന്റ് അൻവർ സയ്യിദ് അധ്യക്ഷത വഹിച്ചു. ചെസിൽ രാമപുരം, K സജി, ശ്രീലാൽ, സത്താർ കുന്നിൽ, ശാന്തൻ ചെട്ടിക്കാട് എന്നിവർ സംസാരിച്ചു. പ്രവാസി യുവകവി സജീവ് പുത്തൂരാൻ കവിത അവതരിപ്പിച്ചു. യുവകവി രതീഷ് കോക്കനാടന്റെ ആദ്യ കവിതാ സമാഹാരം വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് അൻവർ സയ്യിദ് പ്രകാശനം ചെയ്തു. 2010 മംഗലാപുരം വിമാന ദുരന്തം ആസ്പദമാക്കി സിനിമ വരുന്നു. ഇനി മഴയുള്ള നാട്ടിലേക്ക് എന്നാണ് സിനിമയുടെ പേര്. ഗോൾഡൻ 7 പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗത സംവിധായകൻ ഷഹീർ ഉമറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മലയാളം, തമിഴ് സിനിമകളിൽ സഹസംവിധാനം നിർവഹിച്ചിട്ടുള്ള ഷഹീർ ഉമർ നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ പൂജാവേളയിൽ വിമാന ദുരന്തത്തിന്റെ ഇരകൾക്ക് സാമ്പത്തിക സഹായവും കൈമാറുമെന്ന് അണിയറ പ്രവർത്തകർ ദുബൈയിൽ അറിയിച്ചു. സലാല സത്യസായി സേവാ സംഘം ശ്രീ സത്യസായി ബാവയുടെ 88ാം ജന്മദിനം ആഘോഷിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ആഘോഷത്തിൽ ശോഭ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ കാൾ സ്ലിം മറ്റൊരു വാർത്തയിലേക്ക്. തായ്ലൻഡിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവ് വെടിയേറ്റ് മരിച്ചു. പ്രതിപക്ഷ നേതാവ് സുതിൻ തരാത്തിൻ ആണ് കൊല്ലപ്പെട്ടത്. മറ്റ് 5 പേർക്ക് വെടിവയ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരും സർക്കാർ അനുകൂലികളും തമ്മിലെ സംഘർഷത്തിനിടയിലാണ് സുതിന് വെടിയേറ്റത്.
വെടിവെപ്പിന് പിന്നിൽ സർക്കാരാണെന്ന് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് സംഘർഷം രൂക്ഷമായത്. ബുധനാഴ്ച സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അബുദാബിയിലെ മോഡൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ എം ഷെരീഫ് പതാക ഉയർത്തി. സ്കൂളിലെ 2500ഓളം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം പരിപാടിയെ ശ്രദ്ധേയമാക്കി. വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും നൃത്തവും അവതരിപ്പിച്ചു. ഒരിടവേള കൂടി. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളോടുള്ള സർക്കാരിന്റെ സമീപനം മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും UAE-യിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ ആരും കൈവശം വെക്കരുതെന്നും UAE-യുടെ ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ദുബൈയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളോടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപനം മെച്ചപ്പെടുന്നുണ്ടെന്നും പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി പരിഹാരം കാണുമെന്നും UAE-യിൽ പുതുതായി ചാർജ് എടുത്ത അംബാസഡർ TP സീതാറാം വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് 2002-ൽ LM സിംഗ്വി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന് ശേഷമാണ് സമീപനത്തിൽ മാറ്റമുണ്ടായത്. UAE-യിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അബുദാബി ജയിൽ സന്ദർശിച്ചിരുന്നു. ജയിലിലുള്ളവരിൽ ചെറിയൊരു വിഭാഗം UAE-യിൽ നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വെച്ചതിന്റെ പേരിലാണ്. നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ പട്ടിക ലഭ്യമാണെന്നും അത് മനസ്സിലാക്കി മാത്രമേ നാട്ടിൽ നിന്നും മറ്റും മരുന്നുകൾ കൊണ്ടുവരാൻ പാടുള്ളൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജയിൽ മാറ്റത്തിനായി അപേക്ഷ തന്നവരുടെ കാര്യത്തിൽ ഉടനെ പരിഹാരം കാണും. ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഇരു രാജ്യങ്ങളും പരസ്പരം നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കണം. ചെറുകിട വ്യവസായത്തിന് പുറമെ വൻ നിക്ഷേപ പദ്ധതിയുമായി ഇന്ത്യയിൽ നിന്നുള്ള സംരംഭങ്ങൾ UAE-യിലേക്ക് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ആധാർ സംവിധാനം പ്രവാസി കുടുംബങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ താനും പ്രവാസി എന്ന നിലയിൽ ആധാറിന്റെ ഇരയാണെന്നും പരിഹാരം ആരായുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എംബസി, കോൺസുലേറ്റ്, നോർക്ക പോലുള്ള സർക്കാർ സംവിധാനങ്ങളുമായുള്ള പ്രവാസികളുടെ ബന്ധം മെച്ചപ്പെടണമെന്നും പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. We will look into it and see if it is something that we can do ourselves in consultation with the airlines also. I think some airlines requirement is there. കാലാവധി പൂർത്തിയാക്കിയ അംബാസഡർ MK ലോകേഷിന് ശേഷം മലയാളി കൂടിയായ TP സീതാറാം ദിവസങ്ങൾക്ക് മുന്നെയായിരുന്നു UAE-യിലെ ഇന്ത്യൻ അംബാസഡർ സ്ഥാനം ഏറ്റെടുത്തത്. മീഡിയ 1 ദുബായ്. ടൂറിസം, വാണിജ്യം, മാർക്കറ്റിംഗ് എന്നിവയുടെ പ്രധാന കേന്ദ്രമായി ദുബൈയെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ പ്രത്യേക കോർപ്പറേഷൻ രൂപം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദാണ് ഈ തീരുമാനം അറിയിച്ചത്. മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ കോർപ്പറേഷൻ രൂപവൽക്കരണം വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. രാജ്യാന്തര റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങി കുവൈത്ത്. രാജ്യത്തിന്റെ കരുതൽ നിധിയിൽ നിന്ന് ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തേക്ക് മുതൽ മുടക്കാനാണ് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ആലോചിക്കുന്നത്. ഏകദേശം $39,000 കോടി നിക്ഷേപവുമായി ലോക റാങ്കിങ്ങിൽ 6ാമതാണ് ആഭ്യന്തര എണ്ണ ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും കൈവശമുള്ള കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. ബ്രിട്ടീഷ് പെട്രോളിയം, വോഡഫോൺ, HBC തുടങ്ങിയ കമ്പനികളിലും അതോറിറ്റിക്ക് ഓഹരികളുണ്ട്. Al-Manama Business News brought to you by Al-Manama. Al-Manama Supermarkets. Moments of value shopping. നേരത്തെ പൂർത്തിയാകാനാകാതെ പോയ ഒരു വാർത്തയിലേക്ക്. ടാറ്റ മോട്ടോഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ കാൾ സ്ലിം കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. ബാങ്കോക്കിലാണ് സംഭവം. ബാങ്കോക്കിൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിനെത്തിയതായിരുന്നു അദ്ദേഹം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. 51 വയസ്സുകാരനായ സ്ലിം 2012-ലാണ് ടാറ്റ മോട്ടോഴ്സിൽ എത്തിയത്. ഇന്ത്യയെ കൂടാതെ ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ ചുമതലയും കാൾ സ്ലിമിനായിരുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ യുവ അഭിനേതാക്കളുടെയും സംവിധായകരുടെയും ടീമുകൾ തമ്മിലെ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അഭിനേതാക്കളുടെ ടീമായ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡയറക്ടേഴ്സ് 11-നെ 9 വിക്കറ്റിനാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് തോൽപ്പിച്ചത്. കുഞ്ചാക്കോ ബോബൻ സെലിബ്രിറ്റി ടീമിനെയും സംവിധായകൻ MA നിഷാദ് ഡയറക്ടേഴ്സ് 11-നെയും നയിച്ചു. നടൻ മമ്മൂട്ടി മുഖ്യ അതിഥിയായിരുന്നു. സിദ്ദീഖ്, സുരാജ് വെഞ്ഞാറമൂട്, രമ്യ നമ്പീശൻ, മിത്ര കുര്യൻ, തെസ്നി ഖാൻ എന്നിവർ പങ്കെടുത്തു. ഖത്തറിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായി കളി കാണാൻ കഴിയുന്ന തരത്തിലുള്ളതല്ലെന്ന് സർവേ ഫലം. ഖത്തറിലെ ഡെവലപ്മെന്റ് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഓൺലൈൻ സർവേയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. പുരുഷന്മാരെ പോലെ തന്നെ ഖത്തറിലെ സ്ത്രീകളും ഫുട്ബോളിൽ കമ്പമുള്ളവരാണ്. നിലവിലെ സ്റ്റേഡിയങ്ങൾ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയും നൽകാൻ പര്യാപ്തമല്ലെന്നാണ് 65% പേരും ഓൺലൈൻ പോളിംഗിൽ അഭിപ്രായപ്പെട്ടത്. ജനപ്രിയ അരാജകത്വം കൊണ്ട് പകരം വയ്ക്കാവുന്നതല്ല രാജ്യത്തിന്റെ ഭരണമെന്ന രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പ്രസ്താവന
വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടെ നിലപാടുകളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. പ്രണബിന്റെ നിരീക്ഷണത്തെ ശരിവെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചതോടെ പ്രതിരോധത്തിലായത് ആം ആദ്മി പാർട്ടിയാണ്. രാഷ്ട്രപതിയുടെ വിമർശനം കോൺഗ്രസിന്റെ തന്നെ സാമ്പത്തിക നയങ്ങളോടാണെന്നായിരുന്നു ആപ്പിന്റെ വക്താവ് യോഗേന്ദ്ര യാദവിന്റെ മറുപടി. റിപ്പബ്ലിക് ദിനത്തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ജനപ്രിയ അരാജകത്വം ഭരണത്തിന് പകരമാവില്ലെന്ന് പ്രണബ് മുഖർജി പറഞ്ഞത്. മായാലോകത്ത് അഭിരമിക്കാനുള്ള ലൈസൻസ് അല്ല തെരഞ്ഞെടുപ്പ് വിജയമെന്നും പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകരുതെന്നുമുള്ള പരാമർശം ആം ആദ്മിക്കെതിരായ ഒളിയമ്പായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പ്രണബിന്റെ നിരീക്ഷണങ്ങളെ അടിവരയിട്ട് പിന്തുണച്ച് ആദ്യം രംഗത്തെത്തിയത് BJP ആയിരുന്നു. आज के इस अवसर पर मैं किसी पर टिप्पणी नहीं करना चाहता और इसीलिए चाहे महत्वपूर्ण बात है और विशेषकर इस कारण भी महत्वपूर्ण बन गई कि राष्ट्रपति को भी उस पर टिप्पणी करना आवश्यक लगा. രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. और उन्होंने संवैधानिक हेड है कंट्री के, उन्होंने बहुत सोच समझ के जो बात कही है पूरे पॉलिटिकल सिस्टम के लिए कही है कि जो है हम अराजकता को बढ़ावा नहीं दे सकते हैं राजनीतिक आंदोलनों के नाम पे, और उसी तरह उन्होंने भ्रष्टाचार के खिलाफ भी बोला है. NCP നേതാവ് താരിഖ് അൻവറും ജനതാദൾ യുണൈറ്റഡിന്റെ KC ത്യാഗിയും പ്രണബിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ് പ്രസിഡന്റിന്റെ പ്രസംഗമെന്ന് ഇരു നേതാക്കളും പ്രതികരിച്ചു. പ്രണബ് പ്രതിരോധത്തിലാക്കിയ ആം ആദ്മി വിമർശനങ്ങൾ കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളോടുള്ളതാണെന്നും മറ്റുള്ളവർ അത് ആപ്പിന്റെ പേരിലാക്കുകയാണെന്നും മറുപടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ജനപ്രിയ അരാജകത്വം ജനാധിപത്യത്തിന് ഭീഷണിയാണോ? ഈ വിഷയം ന്യൂസ് ആൻഡ് മീഡിയ ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽ നടൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. CPMന്റെ A വിജയരാഘവൻ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന്, അതുപോലെ A രതീഷ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. S ഗോപാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹവും ഈ ചർച്ചയിൽ ചേരുന്നു. KL ഗോപി ഇടതുപക്ഷ പ്രവർത്തകൻ, അദ്ദേഹം ദുബായിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം A വിജയരാഘവനിലേക്ക്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? സാധാരണ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന പ്രസംഗങ്ങൾ അതിൽ രാഷ്ട്രീയമായ ദുരുദ്ദേശങ്ങളോ ധ്വനികളോ ഒന്നും ഉണ്ടാവാറില്ല. പൊതുവെ രാഷ്ട്രത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവാറുള്ളത്. ഇതിൽ അദ്ദേഹം വ്യക്തമായി രാഷ്ട്രീയം പറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രപതിയുടെ എല്ലാ പ്രസംഗത്തിലും രാഷ്ട്രീയം പറയുന്നുണ്ട്. ഒരു രാഷ്ട്രപതിയും രാഷ്ട്രീയേതരമായി സംസാരിക്കുന്നില്ല. രാഷ്ട്രപതി രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമാണ്. മികച്ച രാജ്യതന്ത്രജ്ഞനായിരിക്കണം രാഷ്ട്രപതി. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിമാരുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച രാഷ്ട്രപതിമാരെല്ലാം രാജ്യതന്ത്രജ്ഞതയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ നേതാക്കളാണ്. അല്ലാത്തവർ രാഷ്ട്രപതിമാരായപ്പോൾ അതിന്റെ പരിമിതി രാഷ്ട്രപതിമാരിൽ ദൃശ്യമായതാണ് അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും പ്രണബ് കുമാർ മുഖർജിയെ പോലെയുള്ള രാഷ്ട്രീയ അനുഭവമുള്ള ഒരാൾ രാഷ്ട്രപതിയായിട്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ശ്രീ A വിജയരാഘവൻ, രാഷ്ട്രീയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനേറ്റ തിരിച്ചടി, ആം ആദ്മി പാർട്ടിക്ക് ആ സംസ്ഥാനത്തുണ്ടായ ഉയർച്ച, ഇത് വ്യക്തമായും വായനക്കാരെയോ ശ്രോതാക്കളെയോ ബോധിപ്പിക്കുന്ന വിധത്തിലാണ് പ്രണബ് കുമാർ മുഖർജി ആ വാചകം ഉപയോഗിച്ചത്. അതായത് ജനപ്രിയ അരാജകത്വം ഭരണ സംവിധാനത്തിന് പകരമാകില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സുസ്ഥിര ഭരണം എന്ന മുദ്രാവാക്യത്തെ മറികടക്കാൻ ആം ആദ്മി പാർട്ടിയുടെ ഈ പറയുന്ന ജനപ്രിയതയ്ക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നേർക്കുനേരെ കക്ഷി രാഷ്ട്രീയ പരമായി സംസാരിക്കുന്ന ഒരു ശൈലി സാധാരണ രാഷ്ട്രപതിമാർക്കുണ്ടായിരുന്നു. ഇത് നേർക്കുനേരെയുള്ള ഒരു കക്ഷി രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ പൊതു രാഷ്ട്രീയ ഘടനയിലേക്ക് സംസാരിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ വേണ്ടി. ഒരു ഉദാഹരണത്തിന് മതനിരപേക്ഷതയ്ക്കെതിരായിട്ട് വലിയ വെല്ലുവിളി ഉയർന്നു വന്ന സന്ദർഭത്തിൽ അന്ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ സ്വീകരിച്ച ചില നിലപാടുകൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന മൗലികമായ ജോലി നിർവഹിക്കുന്നതിനുള്ള ശരിയായ കാര്യനിർവഹണം KR നാരായണന്റെ ചില നടപടിക്രമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സ്വാഭാവികം. ഈ രാജ്യത്ത് നമ്മളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണിത്. ഇത് നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ ഒരു ആനുഷംഗിക പരാമർശം എന്നല്ലാതെ അതിലാണ് ഇതാകെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്
എന്ന് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. സ്വാഭാവികമായും ഇപ്പോഴുണ്ടായ ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിനു ശേഷം ചില വിഷയങ്ങളിൽ പ്രയോഗിച്ച, ഒരു ഉദാഹരണത്തിന് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സത്യാഗ്രഹം നടത്തുക എന്നുള്ള വളരെ വിചിത്രമായ സംഭവം നമ്മൾ കാണുകയുണ്ടായി. അത്തരമൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ പ്രസംഗം അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു വ്യാഖ്യാന സാധ്യത അതിലുണ്ട്. അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ശ്രീ എ വിജയരാഘവൻ, ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലൊരു ജനപ്രിയമായ അരാജകത്വം തന്നെയാണ് എന്ന വാദം CPM-നുണ്ടോ? ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു വന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ സ്വാഭാവികമായിട്ടും ഡൽഹി പോലെയുള്ള ഒരു നഗരത്തിന്റെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു നഗരമാണ് ഡൽഹി. സാധാരണയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു നഗരമല്ല ഡൽഹി. വളരെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ജനസഞ്ചയമാണ്. അതൊരു കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ 100% കോസ്മോപൊളിറ്റനാണ് ഡൽഹി. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആ നിലയിൽ നടക്കാത്ത ഒരാൾക്കൂട്ട രാഷ്ട്രീയത്തെ കുറെ കാലമായിട്ട് കോൺഗ്രസും BJP-യും കൈകാര്യം ചെയ്തു വരുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ താഴെ തലത്തിൽ ജനങ്ങൾക്കിടയിൽ നടക്കാത്ത ഒരിടത്ത് NGOസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം. അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ സംഘം NGOസിന്റെ ഒരു കോർഡിനേഷനാണത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. NGOസ് പ്രവർത്തിക്കുകയും NGOസിന്റെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ പെയ്ഡായിട്ട് തന്നെ ശമ്പളം വാങ്ങിക്കൊണ്ട് അതിനകത്ത് പ്രവർത്തിക്കുകയും അവരുടെ കോർഡിനേഷൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ സമാന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ സമാന്തരമായി NGO പ്രവർത്തനം ധാരാളമായി നടക്കുന്ന നമ്മുടെ രാജ്യത്ത് അത്തരം NGOസിന്റെ ഒരു കോർഡിനേഷൻ എന്നാണ് ആം ആദ്മി പോലെയുള്ള ഒരു പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിന് ഒരു പൊതു സംഘടിത രൂപമില്ല. വളരെ ഫ്ലെക്സിബിൾ ആയ താങ്കളിലേക്ക് മാത്യു കുഴൽനാടനുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. മാത്യു കുഴൽനാടൻ, രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാരുകൾ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഷോപ്പല്ല. അതുപോലെ അഴിമതി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്. ഇത്തരം വാചകങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പോപ്പുലിസ്റ്റ് അനാർക്കിസം, ജനപ്രിയ അരാജകത്വം ഭരണ സംവിധാനത്തിന് പകരമാകില്ല എന്ന് രാഷ്ട്രപതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പേടിക്കുന്ന ഒരു കോൺഗ്രസുകാരന്റെ സ്വരമല്ലേ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുണ്ടായത്? ആ നിലയിൽ കാണുന്നവരുടെ നിരാശാജനകമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നനായ രാഷ്ട്രീയ ഒരാളാണ്, സത്യമാണ്. കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അദ്ദേഹം രാഷ്ട്രപതിയായതിനു ശേഷം ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ ഏതെങ്കിലും ഒരു അവസരത്തിലോ അനവസരത്തിലോ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അതിന് ഒരു ഭാഗത്തുനിന്നുണ്ടായിട്ട് കാണണം. പിന്നെ റിപ്പബ്ലിക് ദിനത്തിലെ സന്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്ഥിതി കണക്കിലെടുത്തുള്ളൊരു മെസ്സേജാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമകാലീനമായ ഒരു മെസ്സേജാണ് രാഷ്ട്രപതി നൽകിയത്. കാരണം അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ അഴിമതിക്കെതിരെ രാഷ്ട്രപതി പറഞ്ഞു, അപ്പോ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയാണ് പറഞ്ഞത് എന്ന് പറയാൻ കഴിയും. കാരണം കോൺഗ്രസ് ആണ് ജനത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ നമ്മൾ ഏതിനെങ്കിലും എതിരാണ് ഇത് പറഞ്ഞത്. മാത്യു, താങ്കളുടെ ടെലിഫോൺ സാങ്കേതിക തകരാറുണ്ട്, തിരിച്ചെത്താൻ താങ്കളിലേക്ക് അല്പസമയത്തിനകം. S ഗോപാലകൃഷ്ണൻ, ഇവിടെ CPM-ന്റെ ഒരു നിലപാടുണ്ട്. NGOകളുടെ രാഷ്ട്രീയപരമായ ഒരു അസംഘടിതമായ കൂട്ടായ്മയാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പിൻബലം എന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി സൂചിപ്പിച്ചതുപോലെ ഒരു അരാജകത്വത്തിലേക്കാണോ ഈ രാഷ്ട്രീയം രാജ്യത്തെ കൊണ്ടുപോകുന്നത്? അടിയന്തരാവസ്ഥക്കാലത്തിന് മുൻപുള്ള, അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപുള്ള ഇന്ദിരാ ഭരണകാലത്ത് ഉയർന്നു വന്ന അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പകർപ്പായി മാറുകയാണോ ആം ആദ്മിയുടെ രാഷ്ട്രീയവും? ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഈ അരാജകത്വം എന്ന വാക്കിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു രീതി ഉണ്ട്. ഈ അരാജകത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് തന്നെ ലോകത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ലോക ചരിത്രത്തിൽ, രാഷ്ട്രീയത്തിൽ, ലോകരാഷ്ട്രീയത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു ദർശന
പദ്ധതി തന്നെയാണ് ഈ അരാജകത്വം എന്ന് പറയുന്നത്. അരാജകത്വം അത്ര മോശം കാര്യമൊന്നുമില്ല. എൻ്റെ അരാജകത്വം പ്രകാശമാനമായ അരാജകത്വമാണെന്ന് ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. വലിയൊരു അരാജകവാദിയെ രാഷ്ട്രപിതാവാക്കിയ ഒരു രാജ്യമാണിത്. അദ്ദേഹം തന്നെ പറഞ്ഞു, മൈ അനാർക്കിസം ഈസ് എൻലൈറ്റൻഡ് അനാർക്കിസം എന്ന് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഈ പോപ്പുലിസ്റ്റ് അനാർക്കിസം എന്ന പ്രണബ് കുമാർ മുഖർജിയുടെ രാഷ്ട്രപതി പറഞ്ഞത് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയെ ഉദ്ദേശിച്ചായിരിക്കാം. പക്ഷേ അദ്ദേഹം അതിനെ ആം ആദ്മി പാർട്ടിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിന് തൊട്ടു മുൻപ് അദ്ദേഹം ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന അർബുദമാണ് അഴിമതി എന്ന് പറഞ്ഞത് തീർച്ചയായും കോൺഗ്രസ് രണ്ടാം യു പി എ ഗവൺമെന്റിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം ഒന്ന് ആം ആദ്മി പാർട്ടിയാണെന്നും മറ്റു രാഷ്ട്രപതി മറ്റു കാര്യങ്ങൾ പറഞ്ഞത് മറ്റാരെക്കുറിച്ചും അല്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മൾ ആം ആദ്മി പാർട്ടി പറഞ്ഞാൽ മറ്റു പറഞ്ഞത് ഒരുപക്ഷെ കർണാടകത്തിലെ യെദ്യൂരപ്പ ഗവൺമെന്റിന്റെ അഴിമതിയെക്കുറിച്ചായിരിക്കും. രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ അടിമുടി ആദ്യം മുതൽ അവസാനം വരെ അതിനെ കാർന്നു തിന്നിരുന്ന വലിയ വലിയ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചായിരിക്കാം രാഷ്ട്രപതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം, ആം ആദ്മി പാർട്ടിയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അരാജകവാദം. പക്ഷേ അരാജകവാദത്തിനെ കുറിച്ച് ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, അരാജകവാദത്തിന്റെ ക്രിസ്തു BC 6-ാം നൂറ്റാണ്ടിലെ വലിയൊരു ചൈനീസ് തത്വചിന്തകൻ ഷുവാങ്സി എന്ന് പറയുന്ന ഒരു അരാജകവാദത്തിന്റെ കുറിച്ച് ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. ഒരു ചെറിയ കള്ളൻ ജയിലിലും ഒരു പെരും കള്ളൻ രാജാവും ആയിട്ട് തുടരുന്ന അവസ്ഥ വന്നാൽ അത് അരാജകവാദമാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒരു ചെറിയ കള്ളൻ ജയിലിൽ കിടക്കുകയും ഒരു പെറ്റി തീഫ് ജയിലിൽ കിടക്കുകയും ഒരു പെരും കള്ളൻ രാജാവായി തുടരുകയും ചെയ്യുന്ന രാജ്യം അരാജകവാദമുണ്ട് എന്ന അരാജകവാദത്തിന്റെ ഒരു നിർവചനം തന്നെയുണ്ട്. അപ്പൊ ഈ അരാജകവാദത്തിന് വിവിധ തരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. അരാജകവാദം അത്ര മോശം താങ്കളിലേക്ക്. ശ്രീ രതീഷ്, അടിയന്തരാവസ്ഥ കാലത്തിന് തൊട്ടു മുൻപ് ഇന്ത്യയിൽ ഇതുപോലെ വലിയൊരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഉടലെടുത്തിരുന്നു, ജയപ്രകാശ് നാരായണനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ. ഈ അർത്ഥത്തിൽ അന്ന് ഉടലെടുത്ത ഒരു അരാജകത്വം യഥാർത്ഥത്തിൽ അത് അടിയന്തരാവസ്ഥയിലേക്കാണ് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. അന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് സുസ്ഥിര ഭരണത്തെക്കുറിച്ചാണ്. കോൺഗ്രസിനെതിരെ സമരം ചെയ്യുന്നവരെ വലതുപക്ഷം എന്ന് വിളിച്ചു. ഇന്ന് സമാനമായ മറ്റൊരു സാഹചര്യം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ അഴിമതിക്കെതിരെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു അരാജകവാദമാണ് രാജ്യത്ത് പടരുന്നത് എന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. യഥാർത്ഥത്തിൽ ഭരണസ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഏതൊരു രാഷ്ട്രീയ മുന്നേറ്റവും പിന്നീട് നമുക്ക് ദുഃഖിക്കാനിടയാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അനുഭവങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കില്ലേ? ഇവിടെ ഇത് വിലയിരുത്തേണ്ട സാഹചര്യം എന്താ? ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ ഒരു ധർണയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് അരവിന്ദ് ചെയ്തിരിക്കുന്നത്? 1121 റേപ്പ് കേസുകൾ കഴിഞ്ഞൊരു വർഷം ഡൽഹിയിലുണ്ടായി. എന്ത് നടപടിയാണ് പോലീസ് എടുത്തിരിക്കുന്നത്? ആം ആദ്മി പാർട്ടി കിർക്കി എക്സ്റ്റൻഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ തന്നെ സോംനാഥ് ഭാരതി പോലീസിനോട് റെയ്ഡ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഒക്ടോബർ 24 ഡിസംബർ മാസങ്ങളിൽ റെസിഡൻസ് അസോസിയേഷൻ 3 കംപ്ലൈൻറ്റ് അവിടുത്തെ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? ഇതിനുശേഷം ആം ആദ്മി പാർട്ടി റൂളിങ്ങിൽ വന്നതിന് ശേഷം വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി പോലീസ് ഓഫീസറുടെ മുമ്പിൽ പോവുകയും, അക്കാര്യമല്ല നമ്മുടെ ചർച്ച, ഇത് അനാർക്കിസമാണ് എന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷേപം ഉയർന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞത് ഞാനൊരു അനാർക്കിസ്റ്റാണ് എന്നാണ്. അദ്ദേഹം സ്വയം അത് ഏറ്റെടുക്കുകയാണ്. ആ അർത്ഥത്തിൽ ഈ അനാർക്കിസം ഒരു തെറ്റല്ല എന്ന് സ്ഥാപിക്കാനാണ് കെജ്രിവാൾ ശ്രമിച്ചത്. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വളരെ ഭയങ്കരമായ രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന, സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ പിടിച്ചിറക്കി കൊണ്ടുവരുന്നു. റോഡ് തോന്നിയ സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നു, തോന്നിയ സമയത്ത് ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. ഇതൊക്കെ ആഹ്വാനം ചെയ്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും തന്നെ അരാജകത്വം എന്നുള്ള രീതിയിൽ എടുത്തിട്ടില്ല. പറഞ്ഞ 20 വാഗ്ദാനങ്ങളിൽ 8-9 നടപ്പാക്കിയതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സുരക്ഷയെ സംബന്ധിച്ച ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇല്ലാത്തപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ധർണ ചെയ്തപ്പോഴാണ് ഈ അരാജകത്വം എന്ന് പറഞ്ഞത്. ഇന്ന് രാഷ്ട്രപതി പറഞ്ഞ കാര്യങ്ങൾ
AAPക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അത് തന്നെയാണ് രാഷ്ട്രപതി പറഞ്ഞത്. അപ്രായോഗികമായ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകരുത്, കാരണം സർക്കാർ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഷോപ്പ് അല്ല എന്ന് രാഷ്ട്രപതി പോയിന്റിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളേണ്ടത് ആരാണ്? ഇവിടുത്തെ UPA ഗവൺമെന്റ്. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ആം ആദ്മി പാർട്ടി ഒരു കാര്യവും നടപ്പാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുള്ളൂ. എന്നാൽ ലാപ്ടോപ്പ് കൊടുക്കാം, കമ്പ്യൂട്ടർ കൊടുക്കാം, സൈക്കിൾ കൊടുക്കാം, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യ ഉണ്ടാക്കാനുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനല്ല. അവസാനം അധികാരത്തിൽ വന്ന അഖിലേഷ് യാദവ്, ജയലളിത, ഇനി UPA ഗവൺമെൻറ് തന്നെ ഒരു വർഷം 1,60,000 കോടി രൂപ മിഡ് ഡേ മീൽസിന് വേണ്ടിയിട്ടും ശിക്ഷക് അഭിയാന് വേണ്ടിയിട്ടും 2-3 പ്രോജക്റ്റുകൾക്ക് വേണ്ടി 1,60,000 കോടി രൂപ. ഇപ്പോഴും നമുക്ക് 66,000 രൂപ UPA ഗവൺമെൻറ് നമ്പർ 1 കാർഷിക കടം. ഇതൊക്കെ ആരാ എഴുതി തള്ളുന്നത്? ഇതപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ ഇതായിരുന്നില്ലേ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ആ പ്രൈവറ്റ് സ്ഥാപനം അതിഭീകരമായ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടി എടുക്കുന്നു പറഞ്ഞത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് വെള്ളമുള്ള സ്ഥലത്ത് അവിടെ വാട്ടർ സപ്ലൈ ചെയ്യാതെ വാട്ടർ മാഫിയകൾക്ക് വേണ്ടി സഹായിക്കുന്നവർക്കെതിരെ നടപടി. ഇവിടെ പ്രൈവറ്റ് കമ്പനികൾക്കെതിരെ, പ്രൈവറ്റ് മാഫിയകൾക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമാണ് ആം ആദ്മി പാർട്ടി ചെയ്തിരിക്കുന്നത്. ഒന്നും വെറുതെയല്ല. ഇനി 3 മാസം മാത്രമാണ് ഈ ഇലക്ട്രിസിറ്റിന്റെ കാര്യം പറഞ്ഞത്. 200 കോടി രൂപ ആം ആദ്മി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രായോഗികമാണ്, വളരെ പ്രായോഗികമാണ്. ഗവൺമെന്റിന് ഒരു ലോസും ഇല്ലാത്ത കാര്യമാണ്. പ്രൈവറ്റ് കമ്പനിയെ കൺട്രോൾ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നടപ്പാക്കുന്ന ഈ ക്ഷേമ പദ്ധതികൾ മുഴുവൻ ഗവൺമെന്റ് സബ്സിഡി അല്ലേ? ഈ സബ്സിഡി തുടങ്ങിയതാരാണ്? ആം ആദ്മിയാണോ അല്ലെങ്കിൽ ഈ മുമ്പ് ഭരിച്ച സർക്കാരുകളാണോ? അതാണ് ചോദിച്ചത്. നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞത് നടപ്പാക്കാൻ പറ്റാത്ത, ഇപ്പൊ അവസാനം ചെയ്ത ഭക്ഷ്യസുരക്ഷാ ബില്ല് പോലും, ഇനി തൊഴിലുറപ്പ് പദ്ധതി പോലും, ഈ പദ്ധതികളിലൊക്കെ പദ്ധതി എന്നുള്ള രീതിയിൽ രാജ്യത്ത് പുരോഗതിക്ക് വേണ്ടിയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നതാണ്? അതാണ് ഞാൻ കോട്ടിട്ട് പറയുന്നത്. UPA ഗവൺമെന്റ് നമ്പർ 1 66,000 കോടി രൂപ കാർഷിക കടമായി എഴുതി തള്ളിയപ്പോൾ എത്ര കർഷകർക്ക് അത് കിട്ടി? ശ്രീ രാജീവ് ഗാന്ധിയാണ് പറഞ്ഞത് 100 രൂപ ചെലവാക്കുമ്പോൾ 8 രൂപ എത്തുന്നു. പ്രണബ് മുഖർജി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ബാധിച്ച അർബുദമാണ് കറപ്ഷൻ. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനാണ് ആം ആദ്മി പാർട്ടി. ശ്രീ A. വിജയരാഘവൻ, CPM പോലുള്ള ഒരു പാർട്ടി വിഷയങ്ങളെ അന്തർദേശീയ തലത്തിൽ തന്നെ വിലയിരുത്തുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് നടന്നു വരുന്ന രാഷ്ട്രീയ മൂവ്മെന്റുകളെല്ലാം തന്നെ ഈ അർത്ഥത്തിൽ അരാജക മൂവ്മെന്റുകൾ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ജനക്കൂട്ടങ്ങൾ, ജനസഞ്ചയങ്ങൾ, മൾട്ടിറ്റ്യൂഡ്, അവർ തെരുവിലിറങ്ങുന്നത് ആരുടെയും നേതൃത്വത്തിലല്ല. ജനങ്ങൾ സ്വയം സംഘടിച്ച് മൊബൈലൈസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മൂവ്മെന്റുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും വേണ്ട ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒട്ടുമിക്ക ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ അത്തരത്തിൽ ജനങ്ങൾ സ്വയം സംഘടിച്ച് നടത്തുന്ന ഒരു മൂവ്മെന്റിനെ അരാജകത്വം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ NGO രാഷ്ട്രീയം എന്നൊക്കെ വിളിച്ച് ചെറുതായി കാണുന്നത് CPM-നെ പോലുള്ള ഒരു പാർട്ടിക്ക് പറ്റുന്ന പിഴവല്ലേ? ഇതില് പിഴവൊന്നുമില്ല. എന്താ കാര്യം വെച്ചാല് ജനങ്ങൾ തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതരാകുന്നത് നല്ലതാണ്. ഞങ്ങൾ അതിനെ നിരാകരിക്കുന്ന ആളുകളെ അല്ല. യൂറോപ്പിൽ അത്തരം മൂവ്മെന്റ് വന്നിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനിടയാവുന്ന ഒരു പൊതു ലോക സാഹചര്യമുണ്ട്. ആ ലോക സാഹചര്യത്തിന്റെ സവിശേഷതകളെ സൂക്ഷ്മാംശത്തിൽ പഠിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചും അതിനെ തിരുത്തിയും മുന്നോട്ട് പോകുന്ന ജനകീയ പ്രസ്ഥാനങ്ങളാണ് രൂപം കൊള്ളേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റുകൾക്ക് ലോക നിയന്ത്രണം ലഭ്യമാകുന്ന, കോർപ്പറേറ്റുകൾക്ക് ലോകത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം ലഭ്യമാകുന്ന, കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് അനുയോജ്യമായി പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ അവർക്ക് അവസരം നൽകുന്ന, അവരുടെ അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി ടെക്നോക്രാറ്റ് പ്രധാനമന്ത്രിമാരെ സ്ഥാപിക്കുന്ന, ചുരുക്കത്തിൽ രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്ന സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിക്കുക, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക. അങ്ങനെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ലോക പുനർനിർണയത്തിന്റെ എതിർഭാഗത്ത് പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോകുന്ന പാവപ്പെട്ടവന്റെ മുന്നേറ്റങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, അവരുടെ പ്രതിരോധങ്ങൾ രൂപം കൊള്ളുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് പ്രധാനപ്പെടുമ്പോൾ തന്നെ തന്റെ യഥാർത്ഥ ശത്രുവിനെ
തിരിച്ചറിഞ്ഞ് തിരുത്തിക്കാൻ കഴിയുന്ന മൂവ്മെന്റ് ആയിട്ട് അത് മാറേണ്ടതുണ്ട്. അല്ലാതെ സംഭവിച്ചാൽ കേവലമായ ഒരു വൈകാരിക പ്രകടനത്തിനപ്പുറത്ത് അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. തീർച്ചയായും രാഷ്ട്രീയ ഉള്ളടക്കമില്ലാത്ത ജനകീയ മുന്നേറ്റങ്ങൾ എവിടെയും എത്താതെയാണ് അവസാനിക്കുക. ജനങ്ങളുടെ ആ പൊതുവികാരത്തെ താൽക്കാലികമായി ക്ഷണികമായി ഉപയോഗപ്പെടുത്തുന്ന രീതിശാസ്ത്രമായിട്ട് അത് മാറും. ഇന്ത്യയിൽ തന്നെ പലപ്പോഴും ഇത്തരം പ്രസ്ഥാനങ്ങൾ ധാരാളമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കർണാടകയുടെ ചരിത്രത്തിൽ അതുണ്ട്, ഒറീസയുടെ ചരിത്രത്തിൽ അതുണ്ട്, ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ചരിത്രത്തിൽ അത്തരം മൂവ്മെന്റ്സ് ഉണ്ട്, ഗുജറാത്തിന്റെ ചരിത്രത്തിൽ അത്തരം മൂവ്മെന്റുകളുണ്ട്, തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ചില സാന്ദർഭികമായി ഇത്തരം പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരികയും ക്ഷണികമായി തന്നെ അത് അവസാനിച്ചു പോവുകയും. ഗോപിയുണ്ട് ഇപ്പോൾ ദുബായ് സ്റ്റുഡിയോയിൽ. KL ഗോപി, മധ്യപൗരസ്ത്യ ദേശത്ത് പശ്ചിമേഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം, ഇപ്പോൾ ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ബഹുജനസഞ്ചയങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന, വിപ്ലവം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇത്തരം വിപ്ലവങ്ങളെയും അതത് നാടുകളിലെ സ്വേച്ഛാധിപതികൾ അരാജകത്വവാദം എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ജനങ്ങൾ സ്വയം സംഘടിക്കുകയും അത് ഭരണകൂടത്തിന്റെ തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരെ രാഷ്ട്രീയമായ വിപ്ലവങ്ങൾ നയിക്കുകയും ചെയ്യുന്നതിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ലോകത്തിലൊക്കെ തന്നെ കോർപ്പറേറ്റ് താല്പര്യവും ജനകീയ താല്പര്യവും തമ്മിൽ വലിയ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ ജനകീയ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഊന്നി പറയേണ്ട കാര്യമില്ല. എന്നാൽ ജനകീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ആശയ വ്യക്തത, ദിശാബോധം, അതിന്റെ ചട്ടക്കൂട് ഒക്കെ തന്നെ കൃത്യതയില്ലാതെ വരുമ്പോൾ പല കൂട്ടായ്മകളും ആവേശത്തോടുകൂടി വൈകാരികമായി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ട് അവ മിന്നാമിനുങ്ങുകളെ പോലെ ഛിന്ന ഭിന്നമായി പോകുന്ന സ്ഥിതി ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം സംഭവിക്കണമെങ്കിൽ ശരിയായ ദിശാബോധത്തോടു കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു പ്രവർത്തനം, ഒരു സംഘടന, ഒരു ജനകീയ ബദൽ ആണ് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലാണെങ്കിൽ കോർപ്പറേറ്റ് ശക്തികൾ വളരെ കാര്യമായി മറ്റു തരത്തിലാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി NGOകളെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ആ NGOകളുടെ ഇതിന്റെ ഭാഗമായിട്ട് ചില മുന്നേറ്റങ്ങൾ ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ KL ഗോപി, ഇത്തരത്തിൽ കൃത്യമായ ദിശാബോധമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരും കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരുമായ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അഴിമതി ഇല്ലാതാക്കുന്നതിൽ, അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങളെപ്പോലുള്ളവർ NGO രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്നവരും അരാജകവാദികളും കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കമില്ലാത്തവരുമായ പാർട്ടികൾക്ക് ജനങ്ങളുടെ പിന്തുണ ഏറി വരുന്നത്? ജനകീയ പിന്തുണ വർദ്ധിച്ചു വരുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഇന്ന് പല പ്രത്യേക കാര്യങ്ങളൊക്കെ പല സംഗതികളും നടന്നുകൊണ്ടിരിക്കുന്നത് മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ള ബാക്കിംഗ് നടക്കുന്നത് കൊണ്ടാണ്. ആ ബാക്കിംഗ് ഏതൊക്കെ വിധത്തിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളടക്കമുള്ള ഈ മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ള കാര്യത്തിൽ വളരെ സജീവമായി പങ്കാളികളാണ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള സംഗതിയും കൂടിയാണ്. അപ്പൊ അതല്ല അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായിട്ട് ഇക്കാര്യത്തിൽ ഗുണപരമായിട്ടുള്ള മുന്നേറ്റമില്ല എന്നുള്ളതുമല്ല പ്രശ്നം. ഗുണപരമായി മുന്നേറുന്ന രാഷ്ട്രീയങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ ആ ഗുണകരമായ മുന്നേറ്റത്തിന് അനുവദിക്കാത്ത വിധത്തിലുള്ള കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ വളരെ കാര്യമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളെ മറക്കുകയും ഇത്തരത്തിലുള്ള ചെറിയ മുന്നേറ്റങ്ങളെ വലുതാക്കി കാണിക്കുകയും ചെയ്യുന്നത്. ഈ ചെറിയ മുന്നേറ്റം തിരികെ താങ്കളിലേക്ക് നന്ദി, വളരെയധികം നന്ദി ഇപ്പോൾ പ്രതികരിച്ചതിന്. മാത്യു കുഴൽനാടനുണ്ട് ടെലിഫോൺ ലൈനിൽ. മാത്യു, ഇവിടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ആദ്യമേ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അഴിമതി ജനാധിപത്യത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ അഴിമതി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവിടെ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്ന അരാജകത്വവാദമുള്ള രാഷ്ട്രീയ പാർട്ടികളെ തടയിടാൻ കഴിയൂ എന്ന സൂചന, വ്യക്തമായ മുന്നറിയിപ്പാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് രാഷ്ട്രപതി ആ പ്രസംഗത്തിലൂടെ നൽകിയത്. യഥാർത്ഥത്തിൽ അഴിമതി തടയുന്നതിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുത്തുന്നതല്ലേ ഈ അരാജകവാദത്തിന്റെ ഉത്ഭവം? അല്ല, ഇവിടെ രാഷ്ട്രപതി പറഞ്ഞ ഒരു മെസ്സേജ്
അത് ഏതെങ്കിലും ഒരു പാർട്ടി ഉദ്ദേശിച്ചാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിപ്പോ ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇത് ഏതോ ഒരു സിനിമയില് ജഗതി പറയുന്നത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന പോലെ കാണരുത്. കാരണം ആം ആദ്മി പാർട്ടി കടന്നു വന്നത് ചില ജനപ്രിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ്. ഈ പറഞ്ഞതുപോലെ ആളുകളുടെ ഫ്രസ്ട്രേഷൻ കൺസോളിഡേറ്റ് ചെയ്താണ് അവരുടെ എമർജൻസി തന്നെ. അതിനൊന്നും ആരും തെറ്റ് പറഞ്ഞില്ല. അതൊക്കെ ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പൊ അജിംസനോട് പറഞ്ഞ മാതിരി പോപ്പുലർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ജനമുന്നേറ്റങ്ങള് ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം. പക്ഷേ ഇവിടെ ഗൗരവം വരുന്നത് എവിടെയാണ്? അധികാരത്തിലേറി ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്കാർ ആയിരിക്കുമ്പോൾ, ഒരു സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മൾ രാജ്യത്തെ നയിക്കുന്നതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അത് ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനകത്ത് നിന്ന് പോകണം. ഒരു മുഖ്യമന്ത്രി ഇപ്പോ വീണ്ടും ഇന്ത്യയുടെ മുഴുവൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കിന്റെയും പുറത്തുപോയി കാര്യങ്ങൾ പറയാൻ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു അനാർക്കി തന്നെയാണ്. അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അനാർക്കിയിലാണ്. അപ്പോ അത് ഇപ്പൊ ഈ ഒരു സംഭവത്തെ മാത്രം ആസ്പദമാക്കി പറഞ്ഞൊന്ന് കാണേണ്ടതില്ല. ഇപ്പൊ ഇപ്പോഴത്തെ പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോ ഈ TV ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു പോളിസി ഫ്രെയിമിങ്ങിന്റെ ഭാഗമായിട്ട് സർക്കാരുകൾ കാലാകാലങ്ങളോ പാർട്ടികൾ കാലാകാലങ്ങളോ ഉപയോഗിക്കുന്ന ചില പോപ്പുലിസമാണ്. തിരികെ താങ്കളിലേക്ക് എസ് ഗോപാലകൃഷ്ണൻ ഒരിക്കൽ കൂടി താങ്കൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ അരാജകവാദപരമാണ് എന്ന് ആരോപിക്കപ്പെടുമ്പോഴും ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രാഷ്ട്രീയ പക്വത എത്ര കാലം കൊണ്ട് ഇത്തരം മൂവ്മെന്റുകൾ നേടിയെടുക്കും? അത്തരത്തിൽ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമില്ലാതെ രാജ്യം എങ്ങനെ സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങും? എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, 1957 കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉണ്ടായപ്പോൾ എന്ത് പ്രവർത്തന പരിചയമായിരുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാടിന് ഉണ്ടായിരുന്നത്? എന്ത് പ്രവർത്തന പരിചയമായിരുന്നു 1957 വിപ്ലവകരമായ വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളും കേരളത്തിൻ്റെ ഘടന തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളും നടത്തിയ ഒരു മന്ത്രിസഭയായിരുന്നു അത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വളരെ സമയ ചുരുക്കമുള്ളത് കൊണ്ട് പറയുകയാണ്, ഈ അരാജകവാദത്തിന് പകരമായി രാഷ്ട്രപതി ഇവിടെ പറഞ്ഞ കാര്യം സ്റ്റെബിലിറ്റിയാണ്, സുസ്ഥിരതയാണ്. ഈ സുസ്ഥിരതയുടെ പേരിൽ നാം കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് എന്നുകൂടി ആലോചിക്കണം. ഞാൻ ഈ അരാജകവാദത്തിനെയോ ആം ആദ്മി പാർട്ടിയെയോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ സുസ്ഥിരത എന്ന് പറഞ്ഞ UPA രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് സുസ്ഥിരതയുടെ പേരിൽ എത്ര അഴിമതികളായിരുന്നു. ഒരു തരത്തിലും തടയിടാൻ വയ്യാത്ത വിധത്തിലുള്ള നിരവധികളായ അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു സുസ്ഥിര ഭരണത്തിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അരാജകവാദമല്ലേ? വളരെയധികം സമയച്ചുരുക്കം കൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി എസ് ഗോപാലകൃഷ്ണൻ, രതീഷ്, A വിജയരാഘവൻ, മാത്യു കോഴൽനാടൻ, KL ഗോപി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. ന്യൂസ് ഓൺ മീഡിയ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.